റെഡി 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 ഞാൻ പറഞ്ഞ പോരെ എന്നിട്ട് പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ മതി. മതി 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 ക്യാപ്സൂൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ്. പറഞ്ഞോ പറഞ്ഞോ. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. രാഷ്ട്രീയ പോരാട്ടം എന്താണ് ആ പോരാട്ടം? അതെനിക്ക് മനസ്സിലായില്ല. ഫിദൽ കാസ്ട്രോ നമ്മൾ തോറ്റു എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അരുൺകുമാറും മെഴുകുന്നുണ്ടായിരുന്നു. എന്താണ് ഈ പോരാട്ടം? രാഷ്ട്രത്തിനെതിരെയുള്ള പോരാട്ടം, അതാണോ രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടം? അങ്ങനെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബാക്കി പോരട്ടെ. ആ നിലയിൽ ഒരു ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ബുദ്ധിജീവികളുടെ ഭാഷയാണ്, മനസ്സിലാകാൻ ഇച്ചിരി ടൈം എടുക്കും. ഉയർന്ന ജനാധിപത്യ സംവാദം എന്ത് തേങ്ങെങ്കിലും ആവട്ടെ. അടുത്തത് പറസാകാതെ. ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലായ്പ്പോഴും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്. അതേതാണ് ആ പ്രശ്നം? ജനങ്ങളെയും നാടിനെയും ബാധിക്കണ ഒരൊറ്റ പ്രശ്നം ഇപ്പൊ ഈ കേരളത്തിലുള്ളൂ. അത് ഈ കമ്മ്യൂണിസമാണ്. അത് ഉയർത്തിപ്പിടിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 9 വർഷമായിട്ട് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടെന്നും ഇനി സ്വരാജ് എന്ന് പറയുന്ന ഒരാൾ ജയിച്ചു വന്നാൽ മാത്രമേ ആ സാഹചര്യം മാറുള്ളൂ എന്നൊക്കെ പറയുന്നതിലൂടെ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ സർക്കാരിന് ഭരിക്കാൻ അറിയില്ലെന്നല്ലേ? അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലെന്നല്ലേ? വീണ്ടും 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 അതിങ്ങനെ എടുത്ത് പറയണമെന്നില്ല. ഞങ്ങളെ എതിർക്കുന്നവർ പലപ്പോഴും പല ഘട്ടത്തിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഞങ്ങൾ പിടികൊടുത്തില്ല. ശരിയാ ശരിയാ ശരിയാ. വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവര് ശ്രമിച്ചു, നിങ്ങൾ പിടികൊടുത്തില്ല. എന്ത് വിവാദത്തിനല്ലെങ്കിലും പിടികൊടുത്തേക്കുന്നത്? നിങ്ങൾ എത്ര അഴിമതി കാണിച്ചാലും എത്ര കട്ടാലും അതൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നവരെയൊക്കെ കളിയാക്കി വിട്ട് ചർച്ച ചെയ്യാതെ നിങ്ങൾ അതിനകത്തുനിന്ന് എസ്കേപ്പ് ആയി പോകും. അതിപ്പോ പുതിയ കാര്യമൊന്നുമല്ലല്ലോ. വികസന കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. വികസന കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇത് ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. വളരെ നല്ല കാര്യം. വികസന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കേരളം എത്തി നിൽക്കുന്നത് ഭയങ്കര വികസനത്തിന്റെ അങ്ങേയറ്റത്താണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇനി എന്താ സർക്കാർ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ആ കാര്യത്തില്? അതെനിക്ക് മനസ്സിലായില്ല. പുതിയ എന്തെങ്കിലും വികസനം ഇനി നിങ്ങൾ കൊണ്ടുവരാനിരിക്കണുണ്ടോ? സ്വരാജ് ജയിച്ചു വന്നതിന് ശേഷം കൊണ്ടുവരാനിരുന്ന വികസനം അങ്ങനെ എന്തെങ്കിലും? പിന്നെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നിങ്ങളുടെ എണീറ്റ് നടക്കാൻ പോലും ആവതില്ലാത്ത ഒരു വനമന്ത്രി. മിനിമം അയാളെ മാറ്റി വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം കൊണ്ടുവരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യമുള്ള ഒരു മന്ത്രിനെ കൊണ്ടുവരാനെങ്കിലും നിങ്ങളുടെ മുന്നണിക്ക് സാധിക്കുന്നുണ്ടോ? മിനിമം അതുപോലും ചെയ്യാതെ നിലമ്പൂരിലെ ജനങ്ങൾ എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? എന്ത് ജനങ്ങളോട് ചർച്ച ചെയ്യുന്നു എന്നാ പറയുന്നത്? ചർച്ച മാത്രം നടന്ന കാര്യമില്ലല്ലോ. ചർച്ചയൊക്കെ ഞങ്ങൾ കണ്ടതാണ്. കുറെ പൗരപ്രമുഖരെ വിളിച്ച് അണ്ടിപ്പരിപ്പൊക്കെ തിന്നുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ല. അപ്പൊ ആ ചർച്ച വിജയിച്ചില്ല എന്ന് മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കണം. അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്തൊക്കെയാണോ ഉയർത്തിപ്പിടിച്ചത്, എന്തൊക്കെയാണോ ചർച്ച എന്നും പറഞ്ഞ് വന്ന് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയത്, ആ നിലയിൽ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ജനങ്ങൾ അത് പരിഗണിച്ചു. 9 വർഷം കൊണ്ട് നിങ്ങൾ മല മറിക്കാത്തതൊന്നും പുതിയൊരു സീറ്റ് കിട്ടിയിട്ട് മല മറിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കഴിഞ്ഞ തവണ അവിടുത്തെ MLA ആരായിരുന്നു? നിങ്ങളുടെ മുന്നണിയുടെ തന്നെ ഒരു MLA PV അൻവർ. അയാളെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളത് ഉറപ്പല്ലേ? അതുകൊണ്ടല്ല അയാളെ ജയിപ്പിക്കാൻ ഇപ്പൊ അവര് നിൽക്കുന്നത്. കൂട്ടത്തെ ആ മുന്നണിയെയും വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണല്ലോ സ്വരാജെ നിങ്ങൾ തോറ്റത്. നിങ്ങൾ തോക്കുമെന്നുള്ളത് പിണറായി വിജയന് നല്ല ഉറപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വരുന്നതിന് തലേ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇവിടത്തെ ജയവും തോൽവിയും ഒന്നും ഭരണവിരുദ്ധ വികാരമാണെന്നൊന്നും കണക്കിലാക്കാൻ കഴിയില്ല, ഇത് UDF വണ്ടലാണ് എന്നാണ്. കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് UDF അല്ലല്ലോ, PV അൻവർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ മുന്നണിയായിരുന്നു അവിടെ ജയിച്ചു കയറിയത്. ഇത്തവണ എന്തുകൊണ്ട് പറ്റിയില്ല? പറ്റത്തില്ലെന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണല്ലോ മുൻകൂർ ജാമ്യം എടുത്തത്. ഭരണവിരുദ്ധ വികാരമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അപ്പൊ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് ഈ ചർച്ചയുടെ ഒക്കെ കാര്യം മനസ്സിലാവാതെ ഉള്ളൂ. ബാക്കിയുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അവരത് പരിഗണിച്ചിട്ടുണ്ട്. ആ പേടി വേണ്ട. ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളും, ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഇതൊന്ന് ശ്രദ്ധിച്ചോട്ടോ. ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളൂ എന്ന് പറയുന്നില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മാറ്റി പറയുന്നത് ഞാൻ തന്നെ കാണിച്ചു തരാം. കമ്മി തിങ്സ്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം, ഈ കണ്ട നവകേരള യാത്രയും കേരളീയവും ഇപ്പൊ ഈ 4ാം വർഷത്തിന്റെ പരിപാടിയും ഇത്രയൊക്കെ തൂർത്തടിച്ച് ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ എന്തിട്ടാണ് ചെയ്തതെന്നുള്ളത്. ഇനി നടന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നൊക്കെയാണ് പറയുന്നത്. ഈ 1 വർഷം കൊണ്ട് ഇനി നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളത് കണ്ടറിയണം ജനങ്ങളെ. തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും പോലെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ തന്നെ ഇത് മാറ്റി പറയും. കണ്ടോ, ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അംഗീകരിച്ചാൽ ഈ ഗവൺമെന്റിന്റെ ഭരണപരിഷ്കാരങ്ങൾ, നടപടികൾ അതിനെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇത്ര സംശയം എന്താ? നിങ്ങളുടെ ഭരണ പരിഷ്കാരങ്ങളായാലും നടപടികളായാലും അത് ജനങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. റിയൽ എസ്റ്റേറ്റ് മേഖല എത്ര വർഷങ്ങളായിട്ട് സ്തംഭിച്ച് നിൽക്കണമെന്ന് സഖാവിന് അറിയാമോ? ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ. നിങ്ങളുടെ സർക്കാർ ഒന്ന് ഇറങ്ങിയിട്ട്
വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പലരും മാറി നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം എത്ര രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, സാമ്പത്തിക മാന്ദ്യം കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് അറിയാമോ? മെയിൻലി ഫണ്ട് റോളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു മേഖലയിലൂടെയായിരുന്നു. നിങ്ങൾ ഈ ഭൂമിയുടെ വില കൂട്ടാതെ ബാക്കിയുള്ളതിനെല്ലാം വില ഇങ്ങനെ കൂട്ടി വെച്ച്, സാധനങ്ങളുടെയും വില കൂട്ടി വെച്ച് എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അതെല്ലാം ജനങ്ങൾക്ക് ദോഷമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. സകലതിനും നികുതി, പെട്രോൾ അടിക്കുന്നവന്റെയും ഡീസൽ അടിക്കുന്നവന്റെയും കയ്യിൽ നിന്ന് വരെ 2 രൂപ വെച്ച് കുത്തിപ്പിടിച്ച് മേടിക്കുവാണ് നിങ്ങൾ. പ്രളയത്തിന്റെ സെസ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു അധികമായിട്ട് നികുതി വാങ്ങുന്നുണ്ട്. എത്ര നാളായി പ്രളയം കഴിഞ്ഞിട്ട്? ഇപ്പോഴും നിങ്ങൾ അത് നിർത്തിയിട്ടുണ്ടോ? ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുവല്ലേ? എത്ര നികുതി പണം ഇതുപോലെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ ആരുടെ കയ്യിലെത്തുന്ന? സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിലേക്കൊക്കെ വരാം, സഖാവും അതും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ജനങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതുകൊണ്ടാണ് 99 ഉണ്ടായിരുന്നത് 98 ആയപ്പം അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് ആൾക്കാർ തീരുമാനിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നൂലെന്നേ. അതുകൊണ്ടാണ് നിങ്ങളെ കന്തങ്കമ്മി എന്ന് വിളിക്കുന്നത്. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത്ര ധാർഷ്ട്യം നിങ്ങൾ കാണിക്കൂ. ഇപ്പൊ ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലമായി വലിയ മാറ്റങ്ങൾ നാട്ടിലുണ്ടായി. ആ മാറ്റങ്ങൾ ജനങ്ങൾ നിരാകരിച്ചുവോ? അങ്ങനെ ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കുമോ? കണ്ണുപൂട്ടി എത്താൻ സാധിക്കും. എന്ത് മാറ്റം ഉണ്ടായി? 10 മീറ്റർ കൂടുമ്പോഴത്തേക്ക് കുഴിയില്ലാത്ത ഒരു റോഡ് ഇവിടെ ഉണ്ടാ. നടുപൊടിഞ്ഞും വണ്ടിക്ക് പണതും വണ്ടിയിൽ നിന്ന് വീണ് മരിച്ചു ഇവിടെ ആളുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ നിരാകരിക്കാൻ പാടില്ലല്ലേ? ഓംബ്ര. ഇപ്പൊ LDF ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ജനങ്ങൾ വിപ്രതിപത്തി പ്രകടിപ്പിച്ചു. വിപ്രതിപത്തി അല്ലാത്ത കടുകട്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ്. വെറുതെ ഒന്നുമല്ല ഇദ്ദേഹത്തെ സഖാവ് പൂമരൻ എന്ന് വിളിക്കുന്നത്. സാഹിത്യത്തിന്റെ അങ്ങേയറ്റമാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ, മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ കൊള്ളാവുന്ന ഭാഷയൊന്നും ഇവരുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കരുത്. ബുദ്ധിജീവികളാകുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ ആ സാധനം വന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളോടും അതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ LDF ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഭാഗമായി വന്നതാണ് പവർ കട്ട് ഇല്ലാതായി. അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പവർ കട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ? പവർ കട്ട് ഇല്ലാതായത് ആൾക്കാർക്ക് ഇഷ്ടമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അയ്യോ, ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ പവർ കട്ടെന്നും പറഞ്ഞുകൊണ്ട് 1/2 മണിക്കൂർ കറണ്ട് പോകുമായിരുന്നു. നേരത്തെ അറിയാം നമുക്ക് ഏത് സമയത്തായിരിക്കും ഈ ആഴ്ച നമ്മുടെ വീട്ടിൽ കറണ്ട് നോക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ മെഴുകുതിരിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. ആ 1/2 മണിക്കൂറിന്റെ ഉള്ളിൽ ചിലപ്പോൾ വർത്താനം പറയാനുള്ള വർത്താനം പറഞ്ഞ്, അല്ലെങ്കിൽ തീർക്കാനുള്ള പണികൾ തീർത്ത് കറണ്ട് വരുമ്പോഴത്തേക്ക് TV കാണാനായിട്ട് ഫാമിലിയൊക്കെ ആയിട്ടിരിക്കും. ഇതൊരു പതിവായിരുന്നു. ഇപ്പൊ പവർ കട്ട് എന്ന് പറയുന്ന ഒരു സാധനമില്ല. പക്ഷേ എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോകണമെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? ഇല്ലല്ലോ. പോയാ ഒരു പോക്ക, വന്ന് ഈ പവർ കട്ട് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന കറണ്ട് ബില്ലിന്റെ അളവ്, ആ തുക എത്രത്തോളം ഉണ്ടായിരുന്നു? ഇന്നിപ്പോ എത്രയാ വരുന്നത്? ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൂട്ടിയിട്ടുണ്ടേ. തോന്നുമ്പോഴൊക്കെ പിടിച്ചു പറിച്ചത് കളയണ്ട. ഒരു കാറ്റ് വന്നാൽ മതി, അപ്പൊ പോവും കറണ്ട്. പവർ ബാക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ. എന്നിട്ടാണ് പറയുന്നത് പവർ കട്ട് ഇല്ലല്ലോ അല്ലേ? പവർ കട്ട് ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് പവറും കിട്ടാനില്ല. അതാരോട് പറയണം? പിന്നെ KSEBിയുടെ ബില്ല് ഞാൻ ഒരു ദിവസം അതെടുത്ത് വെച്ചിട്ടേ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എന്തൊക്കെ ചാർജസ് ആണ് നിങ്ങൾ ഇട്ടേക്കുന്നത്? മറ്റേ ചാർജ്, മറിച്ച ചാർജ്, സർചാർജ്, അതിന്റെ സർചാർജ്. ബോധമുള്ള ഒരു മനുഷ്യന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റില്ല നിങ്ങളുടെ ബില്ല്. പക്ഷേ KSEB എന്ന് പറയുന്ന കുത്തക അതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. വല്ല അംബാനി അദാനിയൊക്കെ ഇവിടെ വന്നിട്ട് പുതിയ പവർ പ്ലാന്റ് ഇട്ടിട്ട് ആളുകൾക്ക് വൈദ്യുതി കൊടുക്കാൻ പോയി നിങ്ങൾ സമ്മതിക്കോ? ഇല്ലല്ലോ. അപ്പൊ ഈ പറയുന്ന പിടിച്ചു പറയും മോണോപ്പൊളി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത്? എന്ത് മേന്മയാണ് നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ ഒരു 50 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞേനെ. ഞങ്ങൾ അങ്ങനെ പറയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ താങ്കളെ തോൽപ്പിച്ചതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഖാവേ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പവർ കട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ? ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പവർ കട്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എത്രയാണോ വൈദ്യുതി ബില്ല് വരുന്നത് അതുപോലെ മാന്യമായിട്ടുള്ള ഒരു വൈദ്യുതി ബില്ല് ഇപ്പോഴും വരണമെന്നാണ്. അതിനെക്കാട്ടി കൂടുതൽ വരുന്നത് ജനങ്ങൾക്ക് താല്പര്യമില്ല. അതേപോലെ മിണ്ടാതെയും പറയാതെയും ഒരു ദിവസം 10 തവണ കറണ്ട് പോകുന്നതിലും ഭേദം നേരത്തെ പറഞ്ഞ ഒരു 1/2 മണിക്കൂർ കട്ട് ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. സഖാവേ, ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1600 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചത് വിതരണം ചെയ്യുന്നത് LDF ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. ആര് കൊടുത്തു ക്ഷേമ പെൻഷൻ? നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടല്ലോ, ആരാ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്? നമ്മൾ ഒരുപാട് പേരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് കിട്ടുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് PR വേണ്ടപ്പോ, നിങ്ങൾക്ക് പരസ്യം ചെയ്യേണ്ടപ്പോ ഒറ്റയടിക്ക് നിങ്ങൾ പെൻഷൻ കൊടുക്കും അല്ലെ? 2-3 മാസത്തെ ഒരുമിച്ച് കൊടുക്കും. എന്നിട്ട് എന്താ പറയാ, നികൃഷ്ടരായ ജീവികളാണ്. അവരുടെ കണ്ണുനീരെടുത്ത് വെച്ച് പരസ്യമാക്കി വിറ്റിട്ടല്ലേ നിങ്ങൾ LDF സർക്കാർ പെൻഷൻ കൊടുത്തു? ചെയ്യേണ്ട ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്യാതെ ആണ്ടിലും കൊല്ലത്തിലും അത് ചെയ്തിട്ട് 6-7 മാസം കൂടുമ്പോൾ പെൻഷൻ കിട്ടുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമായിരിക്കും. 6-7 മാസം കഷ്ടപ്പെട്ടതിന്റെ വിഷമാണ് ആ മുഖത്ത് കാണുന്നത്. അതുവരെ എടുത്ത് വിൽപ്പന ചരക്കാക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? ഒരു ദിവസം ഇവിടെ എത്ര ആൾക്കാർ പെട്രോളും ഡീസലും അടിക്കുന്നുണ്ടാവും? 2 രൂപ വെച്ച് ഓരോരുത്തരുടെ അടുത്തൊന്നും പിടിച്ചു പറിച്ചിട്ട് കൃത്യമായിട്ട് പെൻഷൻ പോലും കൊടുക്കാതെ ഉളുപ്പില്ലാതെ ക്ഷേമ പെൻഷൻ ഇപ്പൊ കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണോ എടുത്ത് കൊടുക്കുന്നത്? ഇത്ര ഉളുപ്പില്ലാതെ നിങ്ങളത് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാൻ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്നല്ല. ഇത്ര ആൾക്കാർക്ക് നികുതി പണമാണ്. അത് പിടിച്ച് പറിച്ച് മേടിച്ചിട്ട് അതുപോലും കൃത്യമായിട്ട് കൊടുക്കാതെ ഇവിടെ ആൾക്കാർ മുളകോടി ഇട്ട് കറി വെക്കാനായിട്ടില്ലാതെ മുളകോടി ഇട്ട് ഭക്ഷണം കഴിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അമ്മമാര് പിച്ചച്ചട്ടി എടുത്ത് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾ പറയും. ആരെങ്കിലും കൂടെ ഇല്ലാതെ ഇവിടെ എങ്ങനെ ഒരു മനുഷ്യൻ പ്രതിഷേധിക്കുന്നത്? നിങ്ങൾ വലിയ രാഷ്ട്രീയക്കാരല്ലേ, നിങ്ങൾക്ക് എതിരെ നിൽക്കാൻ ആർക്ക് കഴിയും? ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ട് ഉളുപ്പില്ലാതെ ക്ഷേമ പെൻഷൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട് പോലും.
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഇറങ്ങുന്നവന്മാരോട് 2 വാക്ക് പറഞ്ഞോട്ടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇന്ന് പെട്രോളിനോ ഡീസലിനോ കറണ്ടിനോ എവിടെങ്കിലും പിടിച്ചു പറിച്ചിരുന്നോ? എന്തായിരുന്നു അന്നത്തെ നികുതിയുടെ തോത്? അന്നത്തെ വിലയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. 600 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ വാങ്ങാമായിരുന്നു. ഇന്നത്തെ വില നിലവാരം എന്താ? 1650 രൂപ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് കൃത്യമായിട്ട് കൊടുക്കണുണ്ടോ? 2500 കണക്ക് പറയാൻ തുടങ്ങിയിട്ട് വർഷം 9 ആയില്ലേ? ഇതുവരെ കൊടുക്കണത് പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല, വാ കൊണ്ട് പറയാനല്ലാതെ. അപ്പൊ കൂടുതൽ ന്യായീകരിക്കരുത്. അപ്പൊ ജനങ്ങൾ അതിനെ നിരാകരിച്ചുവോ? ഇനി പെൻഷൻ നിർത്തിവെക്കണം എന്നാണോ ഈ ജനവിധി? പെൻഷൻ നിർത്തിവെക്കണം എന്നല്ല, ഉള്ള പെൻഷൻ മര്യാദയ്ക്ക് കൃത്യമായിട്ട് ആളുകളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ മാസം മാസം കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അത് നിങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ സർക്കാരിന് താല്പര്യമില്ല. അത് തന്നെയാണ് അർത്ഥം. നിരാകരിച്ചിരിക്കണോ? ലൈഫിൽ 5 ലക്ഷത്തോളം വീടുകൾ നമ്മൾ കൊടുത്തു. 5 ലക്ഷത്തോളം വീടുകൾ കൊടുത്ത കണക്ക് പറയാനുണ്ടല്ലോ എന്റെ സഹാവേ. ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാറില്ല. എം സ്വരാജെ, ഒരുപാട് പേര് ലൈഫിന്റെ പേരിൽ പൈസ കിട്ടാതെ പൊളിച്ച വീടുകളുമായിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. കൃത്യമായിട്ട് വാർത്തകൾ കാണുകയാണെങ്കിൽ താങ്കൾക്ക് അത് അറിയാൻ പറ്റും. ലൈഫ് മിഷന്റെ പേരിൽ ഒരു അഴിമതി നടന്നു, ഓർക്കണുണ്ടോ? ഇപ്പൊ വീടുകൾ തീർക്കാനായിട്ട് 4 ലക്ഷം രൂപയാണ് ഒരു ഫാമിലി കൊടുക്കണേ. അതുപോലും കൃത്യമായിട്ട്, അതും ഗഡുക്കളായിട്ടാണ് കൊടുക്കണേ. തറ പണിയുമ്പോ ഒന്ന്, മേളോട്ട് പണിയുമ്പോ ഒന്ന്, വാർക്കാനൊന്ന്, അതുപോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റ്. നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഉളുപ്പില്ലേ? ഇപ്പൊ വയനാട്ടിലായിക്കോട്ടെ, അതുപോലെ ഓരോ ദുരന്തങ്ങൾ നടന്ന സ്ഥലത്തായിക്കോട്ടെ, എത്രയെത്ര സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എത്ര വീടുകൾ വെച്ച് കൊടുത്ത് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? നിങ്ങൾ മാത്രമാണല്ലോ ലൈഫിൽ ഞങ്ങൾ ഉണ്ടാക്കി തന്നു, പെൻഷൻ മേടിച്ച് നക്കിയില്ലേ, കിറ്റ് മേടിച്ച് നക്കിയില്ലേ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. നിങ്ങൾ ഈ 9 വർഷം കൊണ്ട് ചെയ്തതിന്റെ കണക്കാണോ സഖാവി പറയുന്നത്? സഖാവ് കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ വയ്യ. ഫീൽഡിൽ ഇറങ്ങാത്ത ഒരു ജനപ്രതിനിധി, അതാണ് താങ്കൾ. വെറുതെ അവിടെ ഇരുന്നുകൊണ്ട് തൃപ്പൂണിത്തുറ തോറ്റു പോയതിനു ശേഷം താങ്കൾ എവിടാന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. ചുമ്മാ ഫേസ്ബുക്കിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ലാത്ത കാര്യം വരുമ്പോഴത്തേക്ക് പ്രബന്ധം എഴുതാനല്ലാതെ മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് കാര്യം താങ്കൾ അറിയുന്നുണ്ട്? അങ്ങനെയൊക്കെ മനുഷ്യർക്കിടയിൽ ഇറങ്ങി കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പിന്നെയും തോപ്പിച്ച് മൂലക്കിരുത്തിയത്. മനസ്സിലാക്കിക്കോ. ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണോ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പരിശോധിച്ചാൽ അതെ, അതെ. നിങ്ങളെക്കാൾ ഉപരി നിങ്ങൾ പത്രത്തിലടിക്കുന്നതും നിങ്ങൾ ഫ്ലെക്സിലടിക്കുന്നതും നിങ്ങൾ കാശ് 16-17 ലക്ഷം മുടക്കി റീൽസ് ചെയ്യുന്നതും ഒന്നും വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടാണ് പൊതുജനം നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എന്ന് പറയാനാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പ്രാഥമിക ഘട്ടത്തിൽ സർക്കാരിന്റെ അത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിധിയെഴുത്താണ് എന്ന് തോന്നുന്നില്ല. അതൊന്നും ഒരിക്കലും ആയിരിക്കില്ല. സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി ജനങ്ങൾ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ജനങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നുള്ളത്. നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിയുണ്ട് കേന്ദ്രത്തിൽ, അറിയാമല്ലോ, ഗതാഗത വികസന വകുപ്പ് മന്ത്രിയാ. അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷന് പറഞ്ഞത്, എനിക്ക് വേണ്ടി ഒരു ഫ്ലെക്സ് അടിക്കണ്ട, ഒരു ചോരെടുത്ത് നടത്തണ്ട, ഒന്നും നടത്തണ്ട. ഞാൻ കഴിഞ്ഞ തവണ ചെയ്തത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ നല്ല മന്ത്രിയാണെങ്കിൽ ഞാൻ വീണ്ടും വരണമെന്ന് ആളുകൾ ആഗ്രഹിച്ചാൽ മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോ ഈ ഒരു ഇലക്ഷൻ തന്നെ, ഈ 7 മാസം ഒരു MLA കയറ്റിയിരുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഇലക്ഷൻ തന്നെ എത്ര രൂപ നിങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്? പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്ത് പൊട്ടിച്ചാലും പാർട്ടിക്കാർ കൃഷി ചെയ്തുണ്ടാക്കിയൊന്നുമല്ലല്ലോ. ചുവന്ന ബക്കറ്റ് എടുത്ത് തെരുവിലിറങ്ങി പിരിവിട്ടിട്ടും പാവപ്പെട്ട ആൾക്കാരുടെ സാലറിയിൽ നിന്നൊക്കെ പിടിച്ച് പറിച്ചിട്ടുണ്ടാക്കുന്ന ഫണ്ട് തന്നെയല്ലേ ഈ പറയുന്ന ഫ്ലെക്സ് അടിക്കാനും സ്റ്റേജ് കെട്ടാനും പ്രോഗ്രാംസ് നടക്കാനൊക്കെ എത്ര രൂപ നിങ്ങൾ ചെലവാക്കി? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഈ നിതിൻ ഗഡ്കരി പറയുന്ന ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ? മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മരുമകനോ താങ്കൾക്കോ? താങ്കളിനെ ഏറ്റെടുത്തിട്ട് കാര്യമൊന്നുമില്ല. താങ്കളെ ജനങ്ങൾക്ക് വേണ്ടാന്ന് അവർ തെളിയിച്ചല്ലോ. അംഗീകരിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ബോധക്കേടൊക്കെയാണ് തോറ്റു മൂലക്കിരിക്കാൻ കാരണം സഖാവെ. സർക്കാരിന്റെ അത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിധിയെഴുത്താണ് എന്ന് തോന്നുന്നില്ല. ഇല്ല, ഇല്ല. സാധാരണ ജനങ്ങൾക്ക്, അതായത് മര്യാദയ്ക്ക് ചോറ് തിന്നുന്ന സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന കാര്യം പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവലോകന യോഗം ഇനി നടത്തേണ്ട കാര്യമില്ല സഖാവെ. ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ജനങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിനെയും നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിനെയും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തോറ്റു. ഇത്രയേ ഉള്ളൂ. സൂക്ഷ്മമായി വിശകലനം ചെയ്യും. അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അവർക്ക് വല്ല വ്യാമോഹവും വന്നിട്ടുണ്ടോ? അവർക്ക് വല്ല വ്യാമോഹം വന്നിട്ടുണ്ടോ? എന്താണ് ആ വ്യാമോഹം എന്ന വാക്കുകൊണ്ട് സഖാവ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. താങ്കളടക്കമുള്ള ഇടതു മുന്നണി ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും, അതാണോ ജനങ്ങളുടെ ഇപ്പോഴത്തെ വ്യാമോഹം? അത് വ്യാമോഹമാണ് എന്ന് താങ്കൾ അങ്ങ് തീരുമാനിക്കുകയാണ്. അല്ലാതെ വേറെ മോഹിക്കാൻ ഇവിടെ ജനങ്ങൾക്ക് വേറെ എന്താ ഉള്ളത്? വേറെ എന്താ മോഹിക്കേണ്ടത്? അവര് ആര്യാടൻ ശൗക്കത്തിന് വിജയിച്ചപ്പോ ഇടതുപക്ഷം വേണ്ട, UDF മതി എന്നാണല്ലോ ആൾക്കാർ പ്രാഥമികമായിട്ട് തീരുമാനിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? UDF ഇനി അധികാരത്തിൽ വരണം കേരളത്തിൽ. അതാണോ താങ്കൾ ഉദ്ദേശിച്ച വ്യാമോഹം? അതൊരു വ്യാമോഹമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയണമല്ലോ സഖാവെ. അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷത്തെ തന്നെ ഞങ്ങൾ കൊണ്ടുവരണം, അല്ലാതെയുള്ള വ്യാമോഹം ഒന്നും വേണ്ട എന്നല്ലേ ഭീഷണിയോടുകൂടി താങ്കൾ ഇപ്പൊ പറഞ്ഞത്? അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു തെറ്റിദ്ധാരണയില്ല, കറക്റ്റ് ആയിട്ടുള്ള ധാരണയുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? എലക്ഷന് വേണ്ടി എത്ര കുളം നിങ്ങൾ കലക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ജാതി പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ വർഗീയത മുളക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണയില്ല കാര്യത്തിൽ. ഞങ്ങൾ മുൻപോട്ട് വെച്ച രാഷ്ട്രീയം, കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട്, മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് നമുക്കറിയാം. കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട്, അതായത് വിളക്ക് കത്തിക്കാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൂജ ഒട്ടും പറ്റില്ല. ശബരിമല പോയിട്ട് മൂർത്തിയുടെ മുമ്പിൽ പോലും തീരെ പറ്റില്ല. പക്ഷെ കഫിയാണിയ. അതുപോലെ തന്നെ നോമ്പ് മുറിക്കാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാം, അപ്പൊ തൊപ്പി വെക്കാം, അതൊക്കെ മതസൗഹാർദ്ദം. പക്ഷെ നിലവിളക്ക് കത്തിക്കുന്നതും മൂർത്തിയുടെ മുമ്പിൽ പോയിട്ട് അത് പറ്റില്ല.
ഒരു പ്രത്യേക തരത്തിലുള്ള മതനിരപേക്ഷതയാണ് ഇവരുടേത്. മനസ്സിലായല്ലോ? കേരളത്തിന്റെ സമഗ്രമായ വികസനം ഇത്തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ പിശകുണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിശകുണ്ടെന്ന് തോന്നുന്നേ ഇല്ല. തോന്നലില്ലാത്തോണ്ടാണല്ലോ മുട്ടയിട്ടത്. തോന്നലുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ നന്നായി പോയനെ. ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, നിങ്ങളുടെ മതനിരപേക്ഷത, എന്തെങ്കിലും. അതുപോലെ തന്നെ മൂന്നാമത്തെ നിങ്ങൾ എന്താ പറഞ്ഞത്? വികസനം. അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് തോപ്പിച്ചത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയായി തന്നെ വിലയിരുത്തപ്പെട്ടുകൊള്ളണമെന്നുമില്ല. മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയായ രീതിയിൽ വിലയിരുത്തപ്പെട്ടുകൊള്ളണമെന്നില്ല. അപ്പൊ എന്താണ് അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും തേങ്ങ കൊണ്ടുവരിക, ആ തേങ്ങ അവർക്ക് മനസ്സിലായാൽ ജയിക്കും, മനസ്സിലായില്ലെങ്കിൽ തോക്കും. പക്ഷെ അത് തേങ്ങയുടെ കുഴപ്പമല്ല, ആളുകളുടെ കുഴപ്പമാണ്. തേങ്ങയാണല്ലോ വലുത്. എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ബുദ്ധിജീവികളുടെ ഭാഷയാണ്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് 2-3 സാഹിത്യ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലായിരുന്നു. സഖാവ് അടുത്തത് പറ. ശരിയായി പരിശോധിച്ച് നാടിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകും. ഏതാണ് ഈ നാടും അതേപോലെ ജനങ്ങളും? നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം, അതായത് സ്വജനപക്ഷപാതത്തിൽ പേരിട്ട ആൾക്കാരാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ ആൾക്കാരാണ്, ചോപ്പിട്ടവരാണെങ്കിൽ മാത്രം ഇവിടെ കാര്യങ്ങൾ നടക്കും. ഞാനും ഒപ്പനും സുഭദ്ര എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ആൾക്കാർക്ക് ഗുണമുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇനി മുന്നോട്ട് പോകും. നാടിനും നാട്ടുകാർക്കും രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ അതൊന്നും വേണ്ട. നാടിനും നാട്ടുകാരെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ നാട്ടുകാരിൽ നമ്മളൊന്നും പെടില്ല, കണ്ടാ മതി. നമ്മളിതിലില്ല. രാഹുൽ ഗാന്ധി അവിടെ ജന്മനാട്ടിൽ തോറ്റിട്ടല്ലേ ഇവിടെ ഒന്ന് ജയിച്ചത്? അത് വളരെ ശരിയാണ്. രാഹുൽ ഗാന്ധി ജന്മനാട്ടിൽ തോറ്റായിരുന്നു. അപ്പൊ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ സ്വരാജിനും തോൽക്കാം. അപ്പൊ സ്വരാജ് സഖാവേ ഒന്ന് ബീഹാറിൽ പോയി മത്സരിച്ച് നോക്കുന്നോ? ചിലപ്പോ രക്ഷപ്പെട്ടു പോയാലോ. അവിടെ കമ്മ്യൂണിസ്റ്റിനൊക്കെ നല്ല മാർക്കറ്റാണെന്ന് അറിഞ്ഞത്. ധൈര്യമുണ്ടോ രാഹുൽ ഗാന്ധിയെ പോലെ ഇവിടെ വന്ന് മത്സരിച്ച പോലെ അവിടെ പോയി മത്സരിക്കാൻ? സ്വന്തം ബൂത്തിൽ നിന്ന് പോലും 10 വോട്ട് തികച്ച് കിട്ടിയില്ല, അധികം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്വന്തം അയൽവക്കക്കാർക്ക് പോലും താങ്കളെ കണ്ടുകൂടാ എന്നല്ലേ സഖാവേ? അല്ലെങ്കിലും താങ്കൾ എന്താണ് താങ്കൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഭയങ്കര ലളിതമായിട്ടുള്ള ജീവിതം നയിക്കണം, മറ്റതാണ് മറിച്ചാണ്. ഈ അണികളോടൊക്കെ പ്രസംഗിച്ചും അതുപോലെ എഴുത്തിലൂടെയൊക്കെ താങ്കൾ അതല്ലേ പറയണം. എന്നിട്ട് താങ്കളുടെ ഭാര്യ വളരെ ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ മെയ്ഡ് കാർ വാങ്ങിച്ചു. അപ്പൊ താങ്കൾ പറയുന്നത് താങ്കളുടെ ഭാര്യക്ക് പോലും വിലയില്ല എന്നല്ല അതിന്റെ അർത്ഥം. താങ്കളുടെ നാട്ടുകാർക്ക് താങ്കൾ അറിയാമോ? പുറത്തോട്ടിറങ്ങി 2 പേരോട് താങ്കൾ മിണ്ടാറുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ താങ്കളുടെ പഞ്ചായത്തിൽ താങ്കൾ ഇങ്ങനെ പുറകോട്ട് പോകുന്ന വോട്ട് കിട്ടാതെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാമായിരുന്നോ? മിനിമം അതെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? സ്വന്തം നാട്ടുകാർക്കും വിലയില്ല, സ്വന്തം ഭാര്യക്കും വിലയില്ല, പിന്നെ ഞങ്ങള് വില വെക്കണമെന്നാണ് പറയുന്നത്. എന്തിന്? അതൊക്കെ ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. RSSുമായിട്ട് അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെന്ന് ഗോവിന്ദൻ, അങ്ങനെ കൂട്ട് ഉണ്ടായിട്ടില്ല എന്ന് പിണറായി വിജയൻ. ഇതിനകത്ത് ഏതാ സത്യം ഏതാ നുണ എന്നറിയാതെ അണികൾ. സത്യം പറഞ്ഞത് ഗോവിന്ദനാണെന്നുള്ളത് ചരിത്രം നന്നായിട്ട് പഠിച്ചവർക്ക് അറിയാം. ദേശാഭിമാനിയുടെ ചരിത്രം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും നാറും. പക്ഷെ അതൊക്കെ മൂടി വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ സഖാക്കൾ ഇപ്പോൾ നിലപാടുമായി ഇറങ്ങേണ്ടത്. അങ്ങനെ ഒരു നിലപാടും കൊണ്ടാണ് പുള്ളി ഇപ്പോൾ വന്നിരിക്കുന്നത്. RSS ബന്ധം പോലുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞു തീർത്തതാണ്. അതായത് മറുപടി ഇല്ലാത്ത വിഷയങ്ങളെ പ്രതി ചർച്ച ചെയ്യരുത്. VV പ്രകാശിന്റെ വീട്ടിൽ പോയത് ചർച്ച ചെയ്യരുത്, RSS ബന്ധം ചർച്ച ചെയ്യരുത്, PDP ബന്ധം ചർച്ച ചെയ്യരുത്. മനസ്സിലായില്ലേ? നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ജനങ്ങൾക്ക് പൊതുവെ കാണുമ്പോൾ തന്നെ ഇത് നീതിയല്ലല്ലോ, ഇത് കമ്മ്യൂണിസം അല്ലല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്ത് പറയുക? അതൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും ചോദിച്ചോണ്ട് വരണ്ടെന്നാണ്. എന്താണ് ആ കോംപ്ലിമെന്റ് ആക്കിയത്? അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂല. നുണ എങ്ങനെയാണോ ഒറ്റത്തവണ പറയാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും ചോദിച്ചാൽ കുഴഞ്ഞു. അതൊന്നും ഇനി പ്രസക്തമല്ല. അതൊന്നും ഇനി അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും പ്രസക്തമല്ല, അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേട്ടടാ, ഇതാണ് ഉദ്ദേശം. ഞങ്ങൾ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത്. ഏത് ജനങ്ങളെ? പാലസ്തീനിലെ ജനങ്ങളെ. ഏത് നാടിനെ? പാലസ്തീനെ, ഇറാനെ. എവിടെ ഇതൊക്കെ ചർച്ച ചെയ്തത്? നിലമ്പൂര്. അപ്പൊ പിന്നെ ജയിക്കാതിരിക്കൂ? നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നിലപാടിലാണ് അന്നും ഇന്നും ഉറച്ചിരിക്കുന്നത്. എന്താണ്? പാലസ്തീന്റെ ഒപ്പം, ഇസ്രായേലിനെതിരെ. നിലമ്പൂരിലെ ആൾക്കാർക്ക് ഇതിൽ എന്താ കാര്യം? കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട. പാലസ്തീന്റെ ഒപ്പം, ഇസ്രായേലിനെതിരെ. ആ നിലപാടും പിടിച്ചുകൊണ്ട് നമ്മൾ എത്ര തോറ്റാലും നമ്മൾ സഹിക്കും. നമ്മുടെ നിലപാടിന്റെ ഒപ്പമാണ്. നാടിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി. ഇന്ത്യ രാജ്യമല്ല, വേറെ രാജ്യം. കുഴപ്പമുണ്ടോ? ഞങ്ങളെ എതിർക്കുന്നവർ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങളുടെ പുറകെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഏതെങ്കിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതുമില്ല. എന്റെ ദൈവമേ, രാഹുൽ PV അൻവറിനെ കാണാൻ പോയെന്ന് പറഞ്ഞു. എന്തായിരുന്നു നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിനെ എന്ത് ആക്രമണമായിരുന്നു നിങ്ങൾ? അതൊന്നും വിവാദമല്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും വൃത്തിയായിട്ട രീതിയിലുള്ള വിവാദങ്ങൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് KK ശൈലജ മത്സരിച്ച സമയത്ത് വൃത്തിയായിട്ട രീതിയിൽ വീഡിയോ ഇറക്കിയെന്ന് വരെ പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ? അതും ഷാഫി പറമ്പിൽ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വന്ന ആൾക്കാരല്ലേ നിങ്ങൾ? ബോംബ് ഇടാൻ പോകുന്നു, ബോംബ് ഉണ്ടാക്കി കിട്ടി. സത്യം പറഞ്ഞു, ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. എന്ത് വിവാദമാണ് നിങ്ങളുടെ ആൾക്കാർ പുതിയതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? വിവാദം ഉണ്ടാക്കാത്ത ഒരാൾക്കാർ. ഞങ്ങളുടേതായ നിലയിൽ മുൻപോട്ട് പോയി. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു. അത് ആ നിലയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ സംവദിച്ചല്ലോ, അതൊന്നും യഥാർത്ഥ ജനങ്ങളല്ല. ഇവിടെ താഴേക്കിടയിൽ പണിയെടുത്ത്
കാര്യമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പാടുപെടുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിനോടും അല്ല നിങ്ങൾ സംബന്ധിച്ചത്. നിങ്ങൾ സംബന്ധിച്ചത് കുറെ അടിമകളായ പാർട്ടിക്കാരോടാണ്. യാതൊരു കാര്യമില്ല അതുകൊണ്ടെന്നുള്ളത് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒത്തുതീർപ്പിനും പോകേണ്ടി വന്നില്ല. കഴിഞ്ഞ തവണ വളഞ്ഞിട്ട് ആക്രമിച്ച വി പ്രകാശിന്റെ വീട്ടിൽ വരെ വോട്ട് കിട്ടി ജയിക്കാൻ വേണ്ടിയിട്ട് കയറി ഇറങ്ങേണ്ടി വന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇനി മെഴുകുക, കാല് പിടിക്കുക, അങ്ങനെ പലതും പറയാം. അതൊക്കെ ചെയ്തിട്ട് പറയുന്ന കേട്ടില്ലേ ഒരു വിട്ടുവീഴ്ച നടന്നില്ല. വി പ്രകാശിനോട് രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയമൊന്നും ഇല്ല, നല്ല ബന്ധത്തിലാണെന്നാണെങ്കിലേ അദ്ദേഹം മരിച്ച സമയത്തും അത് കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു പോകാനായിട്ട്. ഇപ്പൊ എന്തിനാ പോയത്? അപ്പൊ കാര്യം കാണാനാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിലപാടില് വെള്ളം ചേർക്കാതെ പിടിച്ച് നിന്നുപോലും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിന്നു. ഇതാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം മനസ്സിലായി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും പറയുന്നു ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്താണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞതിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചവരെല്ലാവരും വർഗീയവാദികളാണെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. വർഗീയവാദികളുടെ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാത്തതുകൊണ്ടാണല്ലോ ജയിക്കാത്തത്, തോറ്റുപോയത്. അപ്പൊ ജയിച്ച ഭാഗം മുഴുവൻ വർഗീയവാദികളാണെന്നാണോ പറയുന്നത്? നിലമ്പൂരിലെ വോട്ടർമാരെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേട്ടോ. ഒരു മതത്തിൽ വിശ്വസിച്ചു പോയതിന്റെ പേരിലോ ഒരു മതത്തിൽ ജനിച്ചു പോയതിന്റെ പേരിലോ ഒക്കെ നിങ്ങൾ വർഗീയവാദിയായി മാറുകയാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം ഏത് രീതിയിലാണ് വർഗീയത എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ഇടതുപക്ഷത്തിന് വർഗീയവാദികളാണ്. മനസ്സിലായില്ലേ? അവരുടെ പരിപാടി എന്താണ്? അവർക്ക് മതം വേണ്ട, ജാതി വേണ്ട എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദമാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഏത്തിസം. മനസ്സിലായില്ലേ? അതിന്റെ പുറകെ പോകുന്നവരെല്ലാം അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള ആളുകൾ. മറിച്ച് ഒരു മതത്തിൽ വിശ്വസിക്കുന്നതാണ്, അതിപ്പോ ഹിന്ദു ആണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ മുസ്ലിം ആണെങ്കിലും അവർക്ക് വർഗീയവാദിയാണ്. അപ്പൊ അവർക്ക് വോട്ട് ചെയ്ത് നിന്നിരുന്നെങ്കിൽ നിങ്ങളൊക്കെ മതനിരപേക്ഷതരായേനെ. ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ വർഗീയവാദികളായി. അപ്പൊ മനസ്സിലാക്കിക്കോ, നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിലയുള്ളൂ. അല്ലാത്തപ്പോ നിങ്ങൾ വർഗീയവാദികൾ. ബാക്കി ഈ പറയുന്ന ജനാധിപത്യമാട്ടെ, ബാക്കി ഒരു കാര്യത്തിനും ഇവിടെ വിലയില്ല. ഇടതുപക്ഷം പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾ നല്ലവർ, അല്ലെങ്കിൽ വർഗീയവാദി. അതിന്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. നേരത്തെ എന്താ പറഞ്ഞത്? തെറ്റുകൾ ആൾക്കാർ പറഞ്ഞു തരുമ്പോ അത് ഉൾക്കൊള്ളും, മാറ്റങ്ങൾ വരുത്തും. ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മാറ്റി പറയുന്നു. 5 പോലും വന്നില്ല, 4 മിനിറ്റിനുള്ളിൽ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ആരെന്ത് പറഞ്ഞാലും ഒരു തേങ്ങയില്ല, ഞങ്ങൾ മാറാൻ പോണില്ല എന്ന് തന്നെയാ പറഞ്ഞു. ഇതൊക്കെ ആദ്യം പറഞ്ഞാൽ പോരെ? അപ്പോ നിങ്ങളെ ജയിപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് ആലോചിക്കാമല്ലോ. ആലോചിച്ചോ ജനങ്ങളെ? യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ മര്യാദയ്ക്ക് ആലോചിച്ചാൽ ഈ കുരുക്കിന് നമുക്ക് രക്ഷപ്പെടാം. അപ്പോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ മാസത്തിന്റെ ആദ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈബ്രറീസ് ഫുള്ള് സെറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഭയങ്കരമായിട്ട് ടൈറ്റ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ എക്യുപ്മെന്റ്സും EMI ഇടുന്ന ഒരു സംഗതിയാണ്. ഒരു സമയത്ത് നല്ല മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നതും ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ റിപ്പോർട്ടടി വന്നപ്പോഴാണ് നമുക്ക് പ്രശ്നം വന്നത്. അതുവരെ നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ ഈ ചാനലിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നിരുന്നു. ഇപ്പൊ അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് സ്പെഷ്യലി നിങ്ങളോട് ചോദിക്കുന്നത്. ആളുകൾ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നതുകൊണ്ട് തന്നെ കുറെ പേര് റിപ്പോർട്ട് അടിച്ച് നമുക്കിപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴുള്ള ഫണ്ട് വരുന്നില്ല ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന്. അപ്പം അത് കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും സഹായം ചോദിക്കുന്നത്. സോ വീഡിയോ കാണുന്നവർ, നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ സഹായിക്കുക. അല്ലാത്തവർ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.